നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പാലക്കാട്ടെ CPIM വിമതർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നു. കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട്, ഒറ്റപ്പാലം മേഖലയിലെ CPIM വിമതരുടേതാണ് സംയുക്ത നീക്കം. PK ശശി ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് മുന്നണി രൂപീകരിക്കാനാണ് ആലോചന. അതിനിടെ PK ശശി UDF സ്ഥാനാർത്ഥിയാകും എന്നത് സാങ്കല്പിക ചോദ്യമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മറുപടി. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി. ഷാരിഖ്, ഇത് ഒരു നീക്കമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണ്. അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നറിയില്ല. എന്തൊക്കെയാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത്? അനുജ, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നത്. CPM-മായി ഏറെക്കാലം അകന്നു നിൽക്കുന്ന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം, കൊഴിഞ്ഞാമ്പാറ, മണ്ണാർക്കാട് എന്നീ മേഖലകളിലെ പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളുമാണ് ഇപ്പോൾ ഈ വിമതത്തിലൂടെ ഒരു പാർട്ടി, അതായത് പുതിയ പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പേര് നൽകുന്ന ഈ പാർട്ടി വരും ദിവസങ്ങളിൽ ഇത് രൂപീകരണ യോഗം ഉൾപ്പെടെ നടക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇതിനകം അവർ ഇതുമായി ബന്ധപ്പെട്ട സംയുക്തമായി നീക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു. ഈ മേഖലകളിലെ പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെല്ലാം നടത്തിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ മുൻ MLA-യും KTDC ചെയർമാനുമായ PK ശശിയെ ഈ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് എന്ന പാർട്ടിയിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പാർട്ടി വൃത്തങ്ങളിൽ നിന്നും മറ്റു ഒക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ഈ PK ശശി ഈ പാർട്ടിക്കൊപ്പം ചേരുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ, അതായത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പാലക്കാട് ജില്ലയിൽ എത്തുമ്പോൾ വലിയ ട്വിസ്റ്റുകൾ തന്നെ സംഭവിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും അതും മറ്റു കോണുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം PK ശശി ഉൾപ്പെടെയുള്ള പാലക്കാട് ജില്ലയിലെ പ്രമുഖ നേതാക്കൾ ഈ പാർട്ടിക്ക്, അതായത് UDF-ന്റെ ഭാഗമാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഭാഗമാകുകയാണെങ്കിൽ ഒറ്റപ്പാലം മണ്ഡലം പോലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ PK ശശി മത്സരിക്കാനും സാധ്യതയുണ്ടെന്ന് ഉള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടേറെ പ്രവർത്തകരും നേതാക്കളും ഈ ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗമാവും, അല്ലെങ്കിൽ ഇത് UDF-നൊപ്പം ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണാർക്കാട് ഭാഗത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും അതുപോലെ കോൺഗ്രസ് നേതാക്കളും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ കുറിപ്പുകളെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് വിപ്ലവം സംഭവിക്കും, വിപ്ലവം ഉണ്ടാവും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതായത് ഈ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര ജില്ലയിലെത്തുമ്പോൾ പല ട്വിസ്റ്റുകളും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് PK ശശിയുടെ ഈ കൂറുമാറ്റം ഉൾപ്പെടെയുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അല്പസമയം മുമ്പ് പാലക്കാട് CPM-ന്റെ ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹത്തിനോട് ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പല നേതാക്കളും CPIM പാർട്ടി വിട്ടു പോയിട്ടുണ്ട്, പാർട്ടിക്ക് അപ്പോഴൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. 41,000 അംഗങ്ങൾ ജില്ലയിൽ പാർട്ടിക്കുണ്ട്. അപ്പോൾ ഇവർ മറുപടി പറഞ്ഞില്ലെങ്കിലും ഇവർ മിണ്ടിയില്ലെങ്കിലും അതൊന്നും വലിയ കാര്യമല്ല എന്നാണ് EN സുരേഷ് ബാബു പറഞ്ഞു വെക്കുന്നത്. അതായത് PK ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോയാൽ പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്നാണ് CPIM. PK ശശി UDF സ്ഥാനാർത്ഥിയാകുമെന്നത് സാങ്കല്പിക ചോദ്യം എന്നൊരു കാര്യം അത് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേൾക്കാം. സാങ്കല്പിക ചോദ്യവും ആ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പികമായ ഉത്തരവും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വിസ്മയിൽ ഒന്നാമത്തെ ദിവസം തന്നെ പൊട്ടിയിരുന്നു. ഇപ്പോൾ ഒരേ ഒരു വിസ്മയം കളവാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കളവ് പറയാൻ തുടങ്ങി. 9 കളവാണ് ഈ ഒറ്റ പ്രശ്നത്തിന്റെ മേലെ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.